എനിക്ക് പേടിയാ ശംഭു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിട്ട്. കാരണം പല ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഞാൻ വായിക്കുന്ന കമന്റ് ഇതായിരിക്കും, ആരവള്. വെറുതെ ഞാൻ എന്തിനാ ശംഭു ടെൻഷൻ അടിക്കുന്നത്? എന്റെ വീട്ടിലിരുന്ന് വല്ല പണിയും ചെയ്താൽ പോരെ. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയായിട്ട് പോകാൻ കാരണം ഇവളാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫുൾ ബാക്കപ്പ് ചെയ്യുന്നത് നിമ്മിയാണ്. സപ്പോർട്ട് എല്ലാ രീതിയിലും, ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി, എല്ലാ രീതിയിലും ഷീ ഈസ് ദേർ വിത്ത് മീ. എല്ലാ കാര്യം ഞാനത് വീട്ടിൽ നിന്ന് പറയാറില്ല. വീട്ടിൽ നിന്ന് ഈ ഇന്റർവ്യൂവിൽ തള്ളുന്നതിന് വരെ വീട്ടിൽ നിന്ന് ചോദിച്ചൂടെ, നമ്മൾ ഇവിടെ പോയിട്ട് പറയും. ചേച്ചിയും തീരെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അവളിങ്ങനെ ഫോൺ ചെയ്തിട്ട് കാട്ടിട്ടോ ചേച്ചി നിന്നെ കൊല്ലും. ഒന്നുമില്ല, സീരിയലിലെ ഡയലോഗൊക്കെയാണ്. എന്താണ് നിന്നെ എന്തിനാണോ ജോലിക്ക് വിട്ടെന്നൊക്കെ. കോളേജിൽ എങ്ങനെ പോയി ലൈൻ അടിച്ചാ ശരിയാക്കി കളയും. അമ്മാതിരി ടെററായിരുന്നു വീട്ടില്. എനിക്ക് പ്രേമിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ക്രഷുള്ള ചെക്കന്മാരുണ്ടായിരുന്നു. കാണുമ്പോ ഇതൊന്നും എന്റെ അമ്മേന്റെ മുഖം അപ്പൊ എനിക്ക് ഓർമ്മ വരും. സീൻ മദർ. അപ്പൊ മദറിനെ പേടിച്ചിട്ട് ഞാൻ പ്രേമിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ഗോപു ആണ്. അതായത് ആ ഒരു ടൈം ആ ഒരു പേഴ്സണെ റൈറ്റ് മൊമെന്റിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ അങ്ങ് പോയി. പതിവില്ലാണ്ട് അമ്മേന്റെ മുഖം ഒന്നും മനസ്സിൽ വന്നില്ല. പിന്നെ ഗോപു വീട്ടിലൊക്കെ പോയി അമ്മേനെ നേരിട്ട് മീറ്റ് ചെയ്തു. ഞാൻ കൊച്ചിയിലായിരുന്നു. കാരണം വീട്ടിൽ പോയി എനിക്ക് അടി കിട്ടും അമ്മേന്റെ. അതുകൊണ്ട് ഞാനിത് എത്ര അന്നേരം വീട്ടിൽ പോയിട്ടില്ല. അനുവാദം തേടുകയല്ലേ എൻ ആത്മാവിൽ നീ, എന്നെ തേടുകയല്ലേ കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം. ഓ നമുക്ക് ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ വെൽക്കം ചെയ്യുന്ന ആ ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റി കപ്പിൾസ് എന്ന് തീർച്ചയായിട്ടും പറയാം. പിന്നെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് പീപ്പിൾ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രണ്ട് പേരാണ്. ദി യങ് എനർജറ്റിക്, രണ്ടുപേരും മീഡിയ ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് പേരാണ്. യെസ്, അരുൺ ആൻഡ് നിമ്മി. ഹലോ. താങ്ക് യു ശംഭു. താങ്ക് യു സോ മച്ച്. കുറേ നാളെ നിങ്ങൾ ഇൻ്റർവ്യൂസ് ഒന്നും ഇപ്പോൾ അങ്ങനെ അധികം കൊടുക്കാറില്ല എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. എനിക്ക് പേടിയാ ശംഭു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിട്ട്. കാരണം പല ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഞാൻ വായിക്കുന്ന കമന്റ് ഇതായിരിക്കും, ആരവള്. വെറുതെ ഞാൻ എന്തിനാ ശംഭു ടെൻഷൻ അടിക്കുന്നത്? എന്റെ വീട്ടിലിരുന്ന് വല്ല പണിയും ചെയ്താൽ പോരെ. സ്വന്തമായിട്ടൊരു ചാനലുള്ളതുകൊണ്ട് അതിന്റെ ഒരു എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതിന്റെ ഒരു ഇതുണ്ട്, ആ ഒരു ബാക്കപ്പ് ഉണ്ടെന്നല്ലേ? അല്ലേ, ബാക്കപ്പിന്റെ അല്ല, നമ്മുടെ സ്വന്തം ചാനലാകുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ആണ്. അവർക്ക് നമ്മൾ എന്താണെന്ന് അറിയാം. വേറൊരു ചാനൽ വരുമ്പോൾ അവർക്ക് നമ്മൾ അറിയില്ല അല്ലേ? അപ്പൊ വെറുതെ എനിക്ക് ചീത്ത വെക്കാൻ വയ്യ. നിങ്ങളുടെ ഒരു ഇതെങ്ങനെയായിരുന്നു ആ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതും, അല്ലെങ്കിൽ ഒരു ഐഡിയ സ്റ്റാർസിംഗിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിനകത്ത് ഒരു മെയിൻ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതിന്റെ കഥകളൊക്കെ എനിക്കും അറിയാം. സത്യം എടുത്ത് കേൾക്കുമ്പോൾ പറയരുത്, ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന്. ഈ ശംഭു ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് പല രീതിയിൽ നിങ്ങൾക്ക് പറയാലോ. ഞാനൊന്നും ഞൊടിക്കാൻ കാത്തു നിൽക്കായിരുന്നു. അതിപ്പോഴാണല്ലേ അറിയുന്നേ? അല്ല, കഴിഞ്ഞ വീട്ടിലേക്ക് വരേണ്ടതാണെന്ന് താങ്കൾ മറക്കുന്നുണ്ട്. ഒരു ടു ബി ഫ്രാങ്ക്, വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കട്ടക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു. വീട്ടിലാണെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേ. ഒന്നാമത് എന്റെ അമ്മ എന്നൊരു വ്യക്തി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് കോളേജിൽ എങ്ങനെ പോയി ലൈൻ അടിച്ചാ ശരിയാക്കി കളയും. അമ്മാതിരി ടെററായിരുന്നു വീട്ടില്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എനിക്ക് പ്രേമിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ക്രഷുള്ള ചെക്കന്മാരുണ്ടായിരുന്നു. കാണുമ്പോൾ ഇതൊന്നും എന്റെ അമ്മേന്റെ മുഖം അപ്പൊ എനിക്ക് ഓർമ്മ വരും. ഭയങ്കര എന്റെ അമ്മ ടീച്ചറായിരുന്നു, അംഗൻവാടി ടീച്ചർ. അപ്പൊ അവിടെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം അമ്മ ടെററാന്ന്, എല്ലാവർക്കും അറിയാം. സീൻ മദർ. അപ്പൊ മദറിനെ പേടിച്ചിട്ട് ഞാൻ പ്രേമിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് കോളേജിൽ എത്തുമ്പോൾ ചെറുതായിട്ടൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെ വന്ന് അതിലേ പോയി. പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ഗോപു ആണ്. അതായത് ആ ഒരു ടൈം ആ ഒരു പേഴ്സണെ റൈറ്റ് മൊമെന്റിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ അങ്ങ് പോയി. പതിവില്ലാണ്ട് അമ്മേന്റെ മുഖം ഒന്നും മനസ്സിൽ വന്നില്ല പതിവ് പോലെ. അതെ, പിന്നെ നമ്മളിങ്ങനെ വീട്ടിലെ കാര്യം അവതരിപ്പിച്ചു. ഞാനത് അതാണ് ആലോചിക്കുന്നത്. അമ്മ പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഇതൊന്നും നടക്കൂല. നമ്മള് 2 ദിവസം മറ്റേ സിനിമയിൽ കാണുന്നാലും ഓടിപ്പോയിട്ട് കട്ടിൽ കിടന്ന് കരയൂലേ, 2 ദിവസം കരഞ്ഞപ്പോഴത്തേക്ക് അമ്മയങ്ങ് സമ്മതിച്ചു. അത് പ്ലാൻ ആയിരുന്നു. വെറുതെ എന്റെ കുറെ വർഷങ്ങൾ വെറുതെ 2 ദിവസം കരഞ്ഞെന്ന് പറഞ്ഞില്ലേ, അത് ഏത് ഇയർ ആയിരുന്നു? 2012. അപ്പൊ അമ്മ സമ്മതിച്ചു. അമ്മ ഒരാഴ്ച 2013 ഡിസംബർ
2012 ഡിസംബർ 31 ന്യൂ ഇയറിന്റെ അന്നാണ് ഞങ്ങൾ കാണുന്നത്. ശരി ശരി. ഇത് വീട്ടിൽ ഞങ്ങൾ പറയുന്നത് ജനുവരി ഫസ്റ്റ് വീക്കിലാണ്. അത്രയും ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ 1-ാം തീയതി പറഞ്ഞു. അതായത് പിറ്റേ ദിവസം വീട്ടിൽ ചെന്നിട്ട് അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പാർട്ടി കഴിഞ്ഞ് സമയം എടുക്കുന്നതിന് മുമ്പ് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി ഉറങ്ങി എണീറ്റപ്പം എൻ്റെ ഡിസംബറിൽ എൻ്റെ എല്ലാവരും വീട്ടിലുണ്ടാവും. എൻ്റെ ഏട്ടന്മാരൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ തന്നെ ഞാൻ എടുത്ത് ഫോട്ടോ കാണിച്ചെടുത്തു. അമ്മേ ഞാൻ കണ്ടുപിടിച്ചു, ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന. വീട്ടിലൊക്കെ പോയി അമ്മേനെ നേരിട്ട് മീറ്റ് ചെയ്തു. ഞാൻ കൊച്ചിയിലായിരുന്നു, കാരണം വീട്ടിൽ പോയി എനിക്ക് അടി കിട്ടും അമ്മേൻ്റെ. അതുകൊണ്ട് ഞാനിത് എത്ര അന്നേരം വീട്ടിൽ പോയിട്ടില്ല. അയ്യോ, അപ്പം ഞാൻ ഇങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ അല്ലേ, പിന്നെ എൻ്റെ ഏട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. ചേച്ചിയും തീരെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അവളിങ്ങനെ ഫോൺ ചെയ്തിട്ട് ഒന്നുമില്ല, സീരിയലിലെ ഡയലോഗൊക്കെയാണ്, എന്താണ് നിന്നെ എന്തിനാണോ ജോലിക്ക് വിട്ടെന്നൊക്കെ. പിന്നെ ഏട്ടനൊക്കെ ഇടപെട്ട് കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഗോപു വീട്ടിലേക്ക് ചെന്ന് അമ്മേനെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് ഓക്കെ ആയി. ഓൾറെഡി അറിയാവുന്ന ആളും. അതെ. പിന്നെ ഫെബ്രുവരി വന്ന് പെണ്ണ് കണ്ടു. ഏപ്രിലിൽ ഞങ്ങളുടെ എൻഗേജ്മെന്റ്. ആലോചിക്കും ഇത് ഓക്കെ ആണോ ഒന്ന് ആലോചിക്കാനുള്ള സമയം വീട്ടുകാർ തന്നില്ല. ആരെങ്കിലും ചോദിച്ചോ എന്താ മോനെ ഗോപു ഇത്ര പെട്ടെന്ന്? ആക്ച്വലി ഞാൻ എന്നിട്ട് പറഞ്ഞായിരുന്നു നമുക്കൊരു സമയം എടുക്കാം, 2 കൊല്ലം എൻഗേജ്മെന്റ് കഴിഞ്ഞ് വേണമെങ്കിൽ ടൈം എടുക്കാം, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തായിന്നറിയോ, എൻഗേജ്മെന്റിന്റെ തലേദിവസം വരെ എൻ്റെ അമ്മയോടും എൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് എനിക്കൊരു 2 വർഷമൊക്കെ സമയം വേണം പ്ലീസ്, കാരണം ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിട്ടില്ല കല്യാണത്തിനെ കുറിച്ചിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആള് കാഞ്ഞങ്ങാടായിരുന്നു എൻഗേജ്മെന്റ്, തിരിച്ച് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്യുക. അപ്പൊ അതിൻ്റെ ഇടയിൽ എന്നെ ഫോൺ ചെയ്തിട്ട് കുക്കു നീ ഒരു കാര്യം ചെയ്യോ, എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് കല്യാണം അടുത്ത 2-3 മാസം കഴിഞ്ഞ് പെട്ടെന്നാക്കാൻ പറയുമോ? ഞാനോ, ഞാനെങ്ങനെ ഇദ്ദേഹത്തിന്റെ അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയില്ല. അതെ അച്ഛാ പുള്ളി എന്നെ പറ്റി എന്ത് വിചാരിക്കും. എന്നിട്ട് പിന്നെ വിളിച്ച് അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അമ്മ ഭയങ്കര ഹാപ്പി ആയി. അവർക്കൊക്കെ, കാരണം ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിൽ എവരിഡേ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ എവരിഡേ, ഞാൻ ഈ വൈകുന്നേരം നമ്മളെ ഓഫീസിൽ നിന്ന് ഇംപ്രസാരിയിൽ വർക്ക് ചെയ്യായിരുന്നു, HR ആയിരുന്നു. അപ്പൊ ഈ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും താഴെ. ഷോ ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും, ഒന്നെങ്കിൽ ഷോ അല്ലെങ്കിൽ ഇന്ന താഴെ. എന്നിട്ട് ഞാൻ നമ്മളെ കൊണ്ട് കടങ്ങി കോഫിയൊക്കെ കഴിച്ച്. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു സെഗ്മെന്റ്, അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തല്ലാൻ വല്ലതുമാണോ? ഇല്ല, കാശാണോ? കവറിലൊക്കെ ഒരെണ്ണത്തിന് 5000 രൂപ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിക്കും, അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ഓക്കെ, ഇവിടെ നിൽക്കാം. ഫസ്റ്റ് വൺ. അത് ബാക്കെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ വെഡിങ് ഔട്ട്ഡോർ ഈസി ആയിട്ട് കിട്ടുമല്ലോ. മനുഷ്യൻ തോണ്ടിക്കൊണ്ട് വന്നത് എപ്പോഴും എന്റെ ഫാഷൻ, സീ മൈ ഫാഷൻ, റെഡ് പാൻസ്, വിക്രമന്റെ മുത്തുന്റെ ടീഷർട്ട്. അന്ന് എന്റെ വിചാരം അപ്പോഴും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ളത്. ഏറ്റവും കോമഡി എന്താണെന്നറിയോ, അത് ഞങ്ങളുടെ വെഡിങ് ഔട്ട്ഡോർ ഷൂട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ പുറത്ത് പോയിട്ട് പാട്ട് ഷൂട്ട് ചെയ്ത ഇവൾ പുഞ്ചിരി തഞ്ചു. അതെയോ? അതെ, ഒരു അയ്യോ അപ്പാ ഒന്നും പറയണ്ട. അതെ, അപ്പോ അന്നും വിചാരം മറ്റേ ഐശ്വര്യയാണെന്നാ. കോസ്റ്റ്യൂമൊക്കെ കണ്ട് ഭയങ്കര ഫാഷൻ അല്ലേ എന്നൊക്കെ. ഇന്ന് എനിക്കത് കാണാൻ വയ്യ. പക്ഷെ നമ്മള് ഷോപ്പ് ചെയ്ത് ഓർമ്മയുണ്ടോ ഗോപുന് സെസം സ്ട്രീറ്റ്? ഗോപു പക്ഷെ എങ്ങനെ സമ്മതിച്ചു എന്നെ അത് ഇടാൻ? അന്ന് ഞാൻ സമ്മതിക്കുന്നതിലല്ലോ കാര്യം. അതെ, അന്ന് അവരുടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടം തന്നെയാണല്ലോ. അതൊരു കാര്യമാണ്. സൂപ്പർ. ഭയങ്കര. പക്ഷെ എനിക്ക് എന്നെ പറ്റി അഭിമാനം, ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. കാരണം ഞാൻ പിന്നെ അങ്ങനെ ഇത് കേട്ടു തുടങ്ങി. ഗോപുനൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ അത് കേൾക്കണ്ട വിചാരിച്ചോണ്ട് ഇപ്പൊ ഞാൻ റെഡ് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കക്കാട്, നമ്മുടെ ബാലുശ്ശേരി, കോഴിക്കോട് ഒരു ഡാമിന്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം ഗോപുദിന് ഇതിനെപ്പറ്റി, ഈ ഫോട്ടോനെ പറ്റി അല്ലേ? അല്ല, ഇത് വീഡിയോ ഉണ്ട്. അഭിനയൊക്കെ കാണണം. എന്റെ ദൈവമേ, കണ്ടിട്ടില്ലാത്തവര് പോയി കാണും. അത് നമ്മൾ പ്രൈവറ്റ് ആക്കി ഇനി ചെയ്യില്ല. അടുത്തത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഓ മൈ ഗോഡ്, എന്റെ കോളേജ്, എന്റെ ശംഭു, അതെനിക്ക് തരണ ശംഭു. ഇതൊക്കെ ഗോപു പോലും കണ്ടിട്ടില്ല. മൈ ഗോഡ്, നെഹ്റു കോളേജ് കാഞ്ഞങ്ങാട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് അവിടെയാ. ഗോപു, ഇതാണ് റഫ്ന. നോക്ക്, ഇത് ഐഷു, അഞ്ചു ഓർമ്മയില്ല, ബാംഗ്ലൂർ RBI വർക്ക് ചെയ്യുന്ന.
ഇത് ജിതിൻ, ഇത് ഞാനും ഇവിടെ നിന്നൊക്കെ പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് കണ്ടോ? ഇത് ഇന്ന് അവിടെ പോയി ഫ്രെയിം നിങ്ങൾ ഫ്ലാറ്റിൽ വെച്ചോ ഇത് കേട്ടോ. ഫേസ്ബുക്ക് പിന്നെ ഫേസ്ബുക്കിലൊന്നും പിന്നെ ഫേസ്ബുക്കിൽ കയറി ഞാൻ നോക്കൂ. എന്തായാലും സംഭവം കറക്റ്റല്ലേ? ഭയങ്കരട്ടാ. ഇതേ ഫോട്ടോ ചേച്ചിന്റെ കല്യാണത്തിനുള്ള ആ സമയത്തുള്ള ഡ്രസ് അല്ലേ ഇത്? ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിയുന്നു. അവിടെ നിന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ വീട്ടില്, ആ മുഖമല്ലേ? അതന്നെ, അതാണ് ഞാൻ ആക്ച്വലി കോളേജ് നിങ്ങളുടെ ഞങ്ങളുടെ ഡിഗ്രി അന്ന് നോക്കിയ ഫേസ് ഒക്കെ നോക്കി. അതെ, വേറൊരാളല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ സമയത്ത് ഇവിടെ ആണ് കൂടുതൽ ഇഷ്ടം. നാടൻ കുട്ടി. നാടൻ ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. കുറച്ച് വെയിൽ കൊള്ളുന്ന കുറഞ്ഞ അന്ന് നമുക്ക് ഈ വിവരമില്ലല്ലോ. അതായത് സൺസ്ക്രീൻ ഇടണം, വെയിലത്ത് നിന്ന് നമ്മളിങ്ങനെ നാട്ടപ്പൊരി വെയിലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സൊക്കെ കയറി നടന്ന് സ്പോർട്സ് ഡേയിലൊക്കെ ഫുള്ള് മറ്റേ വെയിലത്തൊക്കെ കളിച്ച്. അല്ലേലും ആ സമയത്ത് അങ്ങനെയാണല്ലോ. ആ സമയത്തൊക്കെ എല്ലാവരും അന്നത് സന്തോഷമാണല്ലോ. അതെ, ഇതിപ്പം എല്ലാവർക്കും കയ്യിലുള്ള ഫോട്ടോയാണ്. സ്റ്റാർ സിംഗർ അല്ലേ? കണ്ടു ഞാൻ പാടുന്നതാ അല്ലേ? ആ പാട്ടല്ലേ ഇത്? ആ ഭാവമാണോ അത്? ഒരു പാട്ടോട് കൂടി തുടങ്ങട്ടെ. ഒരു പാട്ടങ്ങ് ആയാലോ? ഇത് കൈ വെച്ചോളൂ. തീർച്ചയായിട്ടും. ഏത് പാട്ടാ? ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാണാൻ? ഒന്നുമല്ല, അതിനെക്കാളും കുറഞ്ഞു. ഇപ്പൊ ഏജ് ഇതിനെക്കാളും ചെറുതായി ഇപ്പൊ. അതല്ല സീരിയസ്ലി, സീരിയസ്ലി ഈ മുഖത്തിനെക്കാളും ചെറുതായി ഇപ്പൊ കാണാൻ. അന്ന് എനിക്ക് 17 വയസ്സേ ഉള്ളൂ. ഈ പുള്ളിയുടെ ഈ പാടുന്ന പുള്ളിയുടെ കുഞ്ഞനിയനെ പോലെ ഇപ്പൊ ഇരിക്കുന്നത്. സീരിയസ്ലി ഇപ്പൊ മറ്റേ 18 തികയാത്ത പാൽക്കാരൻ പയ്യൻ. ഇരിക്കട്ടെ ശംഭു, കുട്ടി സന്തോഷിക്കട്ടെ. അപ്പൊ പാടാം. റെഡി? ഓക്കെ. ഫോർ ജിഞ്ചർ മീഡിയ. റെഡി. പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താരിയും. പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താരിയും. വേളിക്കൊരുങ്ങുവാനെൻ കിനാവിൽ, വേളിക്കൊരുങ്ങുവാനെൻ കിനാവിൽ അനുവാദം തേടുകയല്ലേ എൻ ആത്മാവിൽ നീ. എന്നെ തേടുകയല്ലേ കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം. ഓ താങ്ക് യു. ഗോപാണോ മറ്റേ കയ്യില് ലിറിക്സ് ഒക്കെ എഴുതിയിട്ട് പാടിയത്? അതെ, എനിക്ക് ഭയങ്കര ഞാൻ തന്നെ എഴുതും. ഇവിടെ ആണെങ്കിൽ ഞാൻ ചില വേറെ ആരെങ്കിലൊക്കെ എഴുതിയിരിക്കും. റോഷൻ ഞാൻ ഇങ്ങനെ പിടിക്കും മൈക്ക്. അപ്പൊ ഇവിടെ എഴുതും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാട്ട് ഫുള്ളിലുണ്ടാവും. ഇതൊന്നല്ല, ഇതിന്റെയൊക്കെ ഇരട്ടി വക്രബുദ്ധിയുള്ള 2-3 ഉണ്ട് കൂട്ടത്തില്. സുദർശൻ ചേട്ടൻ, റോഷൻ പാവാണ്, അവന് അത്ര വക്രബുദ്ധി ഒന്നുമില്ല. വില്ലു ചേട്ടൻ, സുദർശൻ ചേട്ടനാണ് ഏറ്റവും കുരുത്തക്കെട്ട് സാധന കൂട്ടത്തില്. അടിപൊളി. ഇനി അടുത്ത് നമുക്ക് നോക്കാം. കുറേ ഉണ്ട് ഇതിൽ, ഏത് ആദ്യം കാണിക്കും എന്നുള്ളതാണ്. ഒരെണ്ണം ഒന്നും ഇല്ലാതൊക്കെയുണ്ടോ? ഓക്കെ, നജീമൊക്കെ ഉണ്ട് ഇപ്പം ആണല്ലേ? മൈക്കൽ കോഴ്സ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്ത സൺഗ്ലാസ്, നല്ല ബ്രാൻഡഡ് സൺഗ്ലാസ്. ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അത് പൊട്ടിപ്പോയി അതിന്റെ. ഞാൻ മര്യാദക്ക് അത് കീപ്പ് ചെയ്തില്ല അല്ലേ? കയ്യിലുണ്ട്. എനിക്കത് പക്ക കീപ്പ് ചെയ്യേണ്ട രീതി ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇത് ഇപ്പൊ എത്ര വർഷം മുമ്പ് മേടിച്ചു കൊടുത്തത്? 8-9 കൊല്ലായി. ആണല്ലേ? 8 കൊല്ലം മുതലായി. ഒരുപാട് വർഷം. പക്ഷെ അടിപൊളി സാധനം കേട്ടോ അത്. എത്ര ഉണ്ടായിരുന്നു ഇതിന്റെ പ്രൈസ് ഒക്കെ? ഓർമ്മയില്ല, നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. കിട്ടി കൈ അല്ല കുക്കുന ആ സമയത്ത് സത്യം പറഞ്ഞ എനിക്ക് ഈ ബ്രാൻഡിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. കോൺഷ്യസ് അല്ല എന്നല്ല, എനിക്ക് ആക്ച്വലി അറിയില്ല. മൈക്കിൾ കോഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അത് ഗോപു പറയുമ്പോഴാണ് ഇങ്ങനെ ഓക്കെ ഇത് അന്നെന്താ ഞാൻ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റഡ് അല്ല. ഞങ്ങള് മീറ്റ് ചെയ്യുന്ന ആ സമയത്ത് കുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് മേടിക്കും. പക്ഷെ എല്ലാം 300,
അങ്ങനെ പറയണ്ട കേട്ടോ, വേറെ പ്രശ്നം വരും, അതൊന്നും പറയണ്ട. അല്ല അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ആൾ ഉദ്ദേശിച്ചത് ഇപ്പം കയ്യിലൊരു 500 രൂപ ഉണ്ടെങ്കിൽ ആ 500 രൂപയുടെ ഒരു നല്ല ഡ്രസ്സ് മേടിക്കാം. ഞാൻ അങ്ങനെയല്ല, ഞാൻ 100 രൂപയുടെ 4 മേടിക്കും, 5 മേടിക്കും. അതില് അപ്പൊ ആ ഒരു ക്വാളിറ്റി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ പോയി വരുമ്പം ഇതേപോലെ തന്നെ മറ്റേ നമ്മുടെ പിങ്ക് ഏതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വിക്ടോറിയ സീക്രട്ടിന്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ലോഷൻ ഇതൊക്കെ അങ്ങനത്തെ ഇങ്ങനെ കൊണ്ട് കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ അതെ ഗോവാണ് കുറച്ച് എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒക്കെ ആള് തന്നു തുടങ്ങിയപ്പോഴാണ് ഇത് കൊള്ളാലോ, ഇതെന്താ സാധനം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ബിക്കോസ് നമ്മൾ വളർന്നു വരുന്ന അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നോ എനിക്ക് ഇതുപോലെ ഒരു സെലിബ്രിറ്റി എക്സ്പോഷറോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു യാതൊരു വിവരവും ഇല്ല. ഓക്കെ ഇതാണ് അങ്ങനെയൊന്നുമില്ല, തന്നാലെടുക്കും. ഓക്കെ നല്ല രസമായിരുന്നു. കുറെ നിറയെ ഉടുപ്പുകൾ മേടിക്കും. എല്ലാ മറ്റേ സാലറി തീരുന്നതിന്റെ അവസാനം വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പിങ്ക് മറ്റേ ക്യൂട്ട് മറ്റേ എവിടെ അറിയാം മറ്റേ കളറോ അവിടെ പോയിട്ട് ഇങ്ങനെ അല്ല. അയ്യോ എനിക്ക് ആദ്യമൊക്കെ രസമായിരുന്നു. പിന്നെ എടുത്തു തുടങ്ങി. കാരണം എല്ലാ ഷോപ്പിലും നിന്ന് ഇറങ്ങും. എന്നിട്ട് എത്രയാവും അങ്ങ് കമ്മല്, 1500 കമ്മല്, വള, മോതിരം, മറ്റേത് മറിച്ചത് ഇങ്ങനെ വാങ്ങിക്കും. പക്ഷെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല. ഇത് ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. എങ്കിലും ഇതാണ് ഞങ്ങൾ സംസാരിച്ച ആ വീഡിയോ അല്ലേ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു. ബിഫോർ ഇങ്ങനെ ആയിരുന്നു. എത്ര ലൈക്ക് ടോട്ടൽ എത്ര ടൈം എടുക്കേണ്ടി വന്നു ഇതിന്? ഒരു കൊല്ലത്തിന്റെ മുകളിൽ. എത്ര kgs? അപ്പോൾ കുറേ 20 kgs ഡൗൺ ആയി. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു മൈൻഡ് ഹാപ്പിനെസ് ആ ഒരു ടോട്ടലി ഫ്രീ നൗ. അതായത് ഇത് ഞാൻ പറഞ്ഞ എല്ലാവരോടും പറഞ്ഞ സാധനം, ആ അത്രയും ഈ മേധസ് എന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ ഫാറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മനസ്സിലെ കുറേ ഭാരം, ശരീരത്തിൻ്റെ ഭാരം മാത്രമല്ല, ഓപ്പണായിട്ട് പറയാം, എൻ്റെ മനസ്സിലെ കുറേ ഡൗട്ട്സ്, കുറേ കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഭയങ്കര ക്ലീനായി. ഈവൻ വീട്ടിൽ പോലും ഞാൻ 0 കാർബിൽ പോയിട്ടുണ്ട് ഒരു മാസം. അയ്യോ അതൊക്കെ ഭയങ്കര ശമ്പളം. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല 0 കാർബ്സിൽ ഒരു 10 ദിവസം പോകുന്നത് തന്നെ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് റെക്കമെൻഡ് ചെയ്യൂല, ബിക്കോസ് അത് നല്ലതല്ല നമുക്ക് ആക്ച്വലി. ഞാൻ വിത്ത് ഓൾ സപ്പോർട്ട്, അതായത് മനുവിന്റെ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ ടാബ്ലറ്റ്സും മൾട്ടി വൈറ്റമിൻ അതും കാര്യങ്ങളും, വെള്ളം കുടിച്ച്, ബ്ലഡ് ചെക്കപ്പ്, പിന്നെ ഓരോന്ന് എന്തെങ്കിലും എന്റെ മുഖത്തോ കണ്ണിലോ മാറ്റം വന്നാൽ മനുവിന് അറിയാം. അത് മാത്രമല്ല, ഞാൻ ഒരു സുപ്രഭാതത്തിൽ കട്ട് ചെയ്തതല്ല. ഞാൻ 150 ഗ്രാം റൈസ് കഴിക്കായിരുന്നു, 70 കഴിച്ച് 50 ഗ്രാം റൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നുള്ളി ഇങ്ങനെ. എന്നിട്ട് ഫാറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് കാപ്സ് കട്ടിലേക്ക് കയറി. ലിറ്ററലി ചിക്കനും എഗ്ഗും ലീഫും ഇലകളും മാത്രമായിരുന്നു കഴിച്ചത് മാസം. പ്രോട്ടീൻ മാത്രം. എൻ്റെ കൂടെ ഇലക്കറികൾ. പക്ഷെ അങ്ങനെ പോയിട്ട് പോലും ഒരു സമയത്ത് എനിക്ക് ബ്രെയിൻ ഫോഗ് വന്നിട്ടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. അതായത് ഈ സമയത്ത് ഞാൻ 1/2 കിലോ 3/4 കിലോ ചോറ് തിന്നുന്ന സമയത്ത് ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഡയറ്റ് തുടങ്ങാം. അതൊരു 4 മാസം കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നത്. മൊത്തത്തിലൊരു ദേഷ്യം, പ്രശ്നം. ഞാൻ ജിമ്മിയെ നിർത്തിക്കുന്നു. കറക്റ്റ് ഫസ്റ്റത്തെ 4 മന്ത്. അപ്പം മനുവും പറഞ്ഞു മതി, ഞാൻ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഒരു ദിവസം ബ്രേക്ക് എടുത്ത് എനിക്കിഷ്ടമുള്ളതൊക്കെ തിന്ന് കുടിച്ച് 2 ശനിയും ഞായറും ഞാൻ എൻജോയ് ചെയ്തു. തിങ്കളാഴ്ച നോക്കുമ്പോൾ ഞാൻ നോർമൽ. എനിക്ക് മനസ്സിലായി നമ്മൾ മൈൻഡ് കൊണ്ടൊന്ന് ആദ്യം സെറ്റ് ചെയ്യണം. കാരണം ബോഡി ഇങ്ങനെ ആവശ്യപ്പെടും, മനസ്സ് കൊടുക്കില്ല. ഈ ബോഡിയും മൈൻഡും തമ്മിൽ നല്ലൊരു ക്ലാഷ് വരും. അതായത് ശരീരത്തിന് ഈ ചോറ് വെള്ളം മറ്റേ മധുരം ഇതൊക്കെ അങ്ങനെ ചോദിക്കുക. അപ്പൊ നമ്മൾ ഡയറ്റ് മനസ്സുകൊണ്ട് പറയാൻ തരില്ല. ആ ശരീരം മനസ്സ് തമ്മിലുള്ള ക്ലാഷ് അതൊന്ന് മനസ്സിലാക്കി ഒന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സെറ്റ്. വേറൊരു കാര്യം, ഞാൻ പറയുന്നത് നമ്മളെ കയ്യിൽ കാശുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ ഹാപ്പിനെസ് കൊടുക്കുന്നത്. ഹെൽത്തും വേറെ എന്തോ ആണ്. അതായത് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചത്, ഞാനിങ്ങനെ വിചാരിക്കുന്നത്, എന്തിനാണ് ഈ ജിമ്മിൽ പോകുന്നത്, എന്തിനാണ് ഇവർക്ക് ഈ വെയിറ്റ് എടുക്കുന്നത്, ഇതൊക്കെ ഹെൽത്തി ആണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഇതൊന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം നമ്മളുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ ആ ഡ്രീം കാണുന്ന, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ കൊതിക്കുന്ന ആ ഒരു ബോഡി, ഫ്ലോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ഒരു പ്രാവശ്യം നമ്മൾ അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. ഒരു പ്രാവശ്യം ജസ്റ്റ്
Just for our happiness. ജസ്റ്റ് ഫോർ അവർ ഒരു ഹാപ്പിനെസ്. പ്രാവശ്യം ചെയ്താൽ പിന്നെ അതിൽ നിന്ന് പോവില്ല. പിന്നെ നമ്മളിത് വിട്ട് കളയില്ല. അതെ, അപ്പൊ അത് ഒരു അത് പ്രാവശ്യം ബെറ്റർ ആക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരെണ്ണം. ഇതെന്താ സംഭവം? അംഗത്തിങ്കൾ കിളിയായി കുറുക പഠിക്കും ഭാരത്തുവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലഞ്ഞ മിഴി പോലെ വാർനിലാവിനൊളി പോലെ ധിത്തന ധിത്തന ധിരനദി ധിരനദി തനദി തനദിരന. ഒരു റിയാലിറ്റി ഷോയില് നമ്മൾ ഈ ഒരു ഡാൻസ് ആണ് കപ്പിൾ ഡാൻസ് ആയിട്ട് ചെയ്തത്. യെസ് അതിന്റെ ഒരു ഇതായിരുന്നു അതെ അല്ലേ? അതും അത് ഞാൻ ഇടയ്ക്ക് തപ്പിയെടുത്ത് കാണലുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. അതെ, വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മണിക്കുട്ടൻ ഇപ്പോഴും പറയും അത് കാണുമ്പോൾ നിങ്ങളുടെ ഡാൻസ് അത് ഓർമ്മ. മണിക്കുട്ടനായിരുന്നു അതിന്റെ ആങ്കർ ആ ഷോയുടെ. ഓ ശരി, അപ്പൊ ഭയങ്കര ക്യൂട്ടായിരുന്നു അല്ലേ? രസമായിരുന്നു അത്. ശരി, നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓൾറൈറ്റ്, ഫസ്റ്റ് ഓഡിയൻസ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലരും പല സെലിബ്സിൻ്റെ അടുത്തും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ എല്ലാ വ്ളോഗേഴ്സിനും ഈ കൊളാബ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഐറ്റം ഫ്രീ ആയി കിട്ടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയാണോ അതോ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് കുറച്ച് കൊളാബിൽ അഡ്ജസ്റ്റ് ആണോ ചെയ്യുന്നത്? അല്ല, കൊളാബ് രണ്ട് കൊളാബ് ഉണ്ട്. അത് അങ്ങോട്ട് വെച്ചിട്ട് കാര്യമില്ല, ആള് കൊളാബ് ചെയ്യാറില്ല. എന്നാലും അറിയാലോ, കോണ്ടന്റ് ക്രിയേറ്റർ ഞാനാണ്. അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എടാ, ഞാൻ വലിയ വലിയ ബ്രാൻഡ്സ് ഇല്ലേ ഞങ്ങൾക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റിംഗ് വിത്ത് ദ ബിഗ് ഷോട്ട് ബ്രാൻഡ്സ് ലൈക്ക് അല്ല, കൊളാബ്സ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് കൊളാബ് ഉണ്ട്, അപ്പൊ തന്നെ ബാർട്ടർ കൊളാബ് ഉണ്ട്. ബാർട്ടർ കൊളാബ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുക്കും. ഇല്ല, അത് എന്താന്ന് പറയാ, അതാ ഞാൻ പറഞ്ഞത്. ഈ ബാർട്ടർ ആള് ചെയ്ത ഒന്നേ ചെയ്തിട്ടുള്ളൂ, ലിനൻ ക്ലബ് ചെയ്ത് കഴിഞ്ഞു. ഇനി പറയരുത്, കട്ടാണ്. ഞാൻ കൊറോണ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ആൾക്ക് പാട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ടൈം ഇല്ലാത്തോണ്ടാണ്. അതാണ് കാര്യം. അതെ, അപ്പം എന്താണ് കൊളാബ്, ബാർട്ടർ കൊളാബ് ഉണ്ട്, പെയ്ഡ് ക്യാമ്പയിൻ ഉണ്ടാവും. പെയ്ഡ് ക്യാമ്പയിൻ വരുമ്പോൾ ദാറ്റ്സ് എ പാക്കേജ്. അവര് നമുക്ക് പേയ്മെന്റ് വിത്ത് പ്രൊഡക്റ്റ് ആണ് സെൻഡ് ചെയ്യുക. പ്രൊഡക്റ്റും ഫ്രീ കിട്ടും, പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്ന പറഞ്ഞാൽ ഒരു ചെറിയ പൈസയുടെ ഒരു സിറം അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ബാർട്ടർ ചെയ്യാറില്ല ഞാൻ. കാരണം ബാർട്ടർ ചെയ്യുന്നത് നമുക്ക് ഫീസിബിൾ അല്ല. കാരണം നമ്മളുടെ പ്രൊഡക്ഷൻ്റെ എഫേർട്ട്, നമ്മൾ ഷൂട്ട്, എഡിറ്റ്സ്, ഇപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ജസ്റ്റ് എ വീഡിയോ ആണ്. പക്ഷെ നമ്മൾ അതിൻ്റെ പിന്നിലിടുന്ന എഫേർട്ട് കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്കത് വേർത്തായിട്ട് തോന്നാറില്ല ബാർട്ടർ കൊളാബ്. മൊബൈലും ഒന്നുമല്ല, പ്രൊഫഷണൽ ആയിട്ട് ലൈറ്റ് അപ്പ് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് ഈവൻ മൊബൈൽ ആയാലും ഒക്കെ തന്നെയാണ് എടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞേ, അത് അവിടെ കണ്ടീഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കമ്മിറ്റ് ചെയ്തൊരു ബാർട്ടർ കൊളാബറേഷൻ ഡൈസന്റെ ഒരു കൊളാബറേഷൻ ആയിരുന്നു. ഡൈസന്റെ എയർ റാപ്പ്. അത് എല്ലാ പെൺകുട്ടികളുടെയും, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എന്നെ പോലത്തെ പെൺകുട്ടികൾക്കും ഡ്രീം ഉണ്ടാവും ഒരു ഡൈസന്റെ എയർ റാപ്പ് മേടിക്കണം. ദാറ്റ് കോസ്റ്റ് സംതിങ് അറൌണ്ട് 50,000. അപ്പൊ അവര് അത് ഞാനിങ്ങനെ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് വലിയ മൈൻഡ് ഇല്ലായിരുന്നു. 50,000 രൂപ എടുത്തിട്ട് ഒരു ഹെയർ ടൂള് മേടിക്കണ്ട, വേണ്ട, ആയിട്ടില്ല, അത്രയും പൈസ വരട്ടെ അപ്പം മേടിക്കാം എന്നുള്ള രീതിയിൽ എനിക്കിങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അവർ എനിക്കിങ്ങനെ ഇമെയിൽ വഴി ഒരു ക്വറി വന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരുമോ, നമ്മൾ ഇതുപോലെ ഡൈസിന്റെ എയർ റാപ്പ് സെൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ അയച്ചു. അപ്പൊ അത് ചെയ്തു. അപ്പൊ അങ്ങനെ വേർത്താണെന്ന് തോന്നുന്ന ചുരുക്കം ചില സാധനങ്ങളെ ഞാൻ ഇങ്ങനത്തെ ബാർട്ടർ ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മളുടെ പേയ്മെന്റ് പറഞ്ഞ്. പിന്നെ ശമ്പി ചോദിച്ചാൽ വേറൊരു കാര്യമുണ്ട്. വലിയ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ അയച്ചു കൊടുക്കാൻ പറയാറുണ്ട് ചിലത്. യെസ്, അതും എൻ്റെ ഒരു ഡൗട്ടാണ്. ഇപ്പം പേയ്മെന്റ് തരുമായിരിക്കും, പക്ഷേ ആ പ്രൊഡക്റ്റ് ഒരു 20,000 രൂപേന്റെ പ്രൊഡക്റ്റ് ആണ് തരുന്നതെങ്കിൽ അത് ടോട്ടലി എനിക്ക് അധികം അങ്ങനത്തെ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ ബട്ടർഫ്ലൈയുടെ ഒരു ക്യാമ്പയിൻ ചെയ്തു. ഞാൻ വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഷൂട്ട് കഴിഞ്ഞല്ലോ, വീഡിയോ ലൈവായി. ഞാൻ ആ അൺബോക്സ് ചെയ്ത സാധനം അതേപോലെ പാക്ക് ചെയ്തിട്ട് വീട്ടിലെടുത്ത് വെച്ചു. പേയ്മെന്റ് ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. പിന്നെ ഞങ്ങളങ്ങ് യൂസ് ചെയ്ത് അവര് വന്നൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് പ്രൊഡക്റ്റ് അടക്കമാണ് നമുക്ക് തരുന്നത്. അതെ അതെ. അല്ല, സംടൈംസ് അങ്ങനെ പറയാറുണ്ട്. ചോദിച്ച് കൺഫേം ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊന്നും ആരോടും പറയണ്ട, കട്ട് ചെയ്ത്. അല്ല, ഇതൊക്കെ ഒരു കോമൺ മാൻ ക്വസ്റ്റ്യൻ തന്നെയാണ് തീർച്ചയായിട്ടും. അവർ നോക്കുമ്പോൾ അവർക്ക് എന്താ എന്നുള്ളൊരു സാധനം. അയ്യോ, അതിന്റെ പിന്നിലുള്ള ഇതിപ്പം ശംഭുവിനറിയാം, പറയട്ടെ, കോമൺ കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം, ഭയങ്കര എഫേർട്ടാണ്. കാരണം ഇതിനെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽക്ക്, അതായത് ക്യാമ്പയിൻ വരുന്നു, അത് കൺഫർമേഷൻ വരുന്നു,
പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്ക്രിപ്റ്റ് അവരുടെ ഒരു എന്താണ് ഐഡിയ എന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ കൊടുക്കുന്ന അവർ തൃപ്തി അല്ലെങ്കിൽ അവർ വീണ്ടും അവർ എഡിറ്റ് ചെയ്യാൻ നമ്മളോട് പറയും, അത് വീണ്ടും കൊടുക്കണം. അത് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഷൂട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ട് കൊടുക്കേണ്ട ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ടാവും. ഇനി ആ ഷൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ വേർഡ്സ് ചിലപ്പം ബ്രാൻഡ് നെയിം ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറ്റണം. ചിലപ്പോൾ ഷോട്ടുകൾ മാത്രമല്ല ലോട്ട് ഓഫ് തിങ്സ്. ഒരു പെയ്ഡ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പ്രോസസ്സാണ്. ഈ കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന മട്ടത്തിലാണ് ഞാൻ പണ്ട് HR ആയിട്ട് നിർത്തിയത്. പക്ഷെ ഇപ്പൊ ഞാൻ പോയി അതിലേക്ക് വീണ്ടും തിരിച്ചെത്തി. കാരണം ഗൂഗിൾ മീറ്റിംഗ്സ്, സ്ക്രിപ്റ്റ് അപ്രൂവൽസ്, ആ സ്ക്രിപ്റ്റിലെ റിവിഷൻസ്, അത് കഴിഞ്ഞ് ഷൂട്ട്, എഡിറ്റ്സിൽ ഒരു 3 times റിവിഷൻസ് വരും. ദർ ഇസ് നോ സൺഡേ, നോ സാറ്റർഡേ, നോ മിഡ് നൈറ്റ്, ഒന്നുമില്ല. ബ്രാൻഡിന്റെ ഡെഡ്ലൈൻ ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. അവിടെ നമ്മൾ എന്ത് അസുഖമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അവരുടെ ലൈവ് ഡേറ്റ് ഫിക്സ്ഡ് ആണ്. ഇല്ല, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അന്ന് ലൈവ് പോയിക്കോളണം അറ്റ് എനി കോസ്റ്റ് വെയറെവർ യു ആർ ഇൻ ദ വേൾഡ്. വെക്കേഷനിലാണ് ഡെഡ്ലൈൻസ്. അതും ഇന്ന് വീഡിയോ, ഇന്ന് അവർ കൺഫർമേഷൻ തന്നാൽ നാളെ ലൈവ് പോകാൻ പറയും. അതാണ് വേണമെന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. ഇപ്പം നമ്മളുടെ എൻ്റെ ഒരു ഇൻകം സോഴ്സ് മെയിനായിട്ട് അതായത് കൊണ്ട് നമ്മൾ അതിനോട് ആ ഒരു സ്ട്രെസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇറ്റ്സ് സ്ട്രെസ്, ഒരു പെയ്ഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് അരുൺ ഗോപൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് കുറച്ച കഥ, ഫിറ്റായ കഥ, എത്ര നാളത്തെ പരിശ്രമമാണ്, ആ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരുമോ? 2 പേരുടെ ഡയറ്റ് പ്ലാൻസ് ഉണ്ടോ? അതൊക്കെയാണ് കാര്യം. എന്നെ ഒരു സുപ്രഭാതത്തിൽ അവിടെ കൊണ്ടുപോയി എന്നെ ചേർത്തിട്ടില്ല, സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കില്ലേ, അതുപോലെ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ സാധനം ഇല്ല, ആ റീലും ഇല്ല, ഇന്ന് ഞാനും ഇല്ല. ശരി. അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽക്ക്, ഒരു 8ാം ക്ലാസ് മുതൽക്ക് എന്നോട് അച്ഛൻ പറയും, ജിമ്മ് പോ ഗോപു, ഗോപു എന്ന് വിളിക്കാൻ എന്നെ, ജിമ്മ് പോ ഗോപു, ശരീരമൊക്കെ ഉഷാറാക്കുക ഗോപു. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, കോളേജിലെത്തി. അതായത് ഇത്രയും വർഷം യാതൊരു ഹെസിറ്റേഷനും ഇല്ലാണ്ട്, ഒരു മടിയും ഇല്ലാണ്ട്, എന്നോടൊരു ദേഷ്യം കാണിക്കാതെ അച്ഛൻ വേർഡ്സ് എന്ന് പറഞ്ഞ പോലെ ജിമ്മ് പോ ഗോപു, ശരീരമൊക്കെ ഉഷാറാക്ക്, ആൾക്കാരെ അപ്രോച്ച് ചെയ്യും, സിനിമയൊക്കെ നിന്നെ കിട്ടൂടാ, നിനക്ക് നല്ല ഇതാണ്, നിനക്ക് അപ്രോച്ച് ചെയ്യും, നിനക്ക് അഭിനയിക്കാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു സമയത്ത് കുക്കുവിന് ആക്ച്വലി അവിടുന്ന് പണ്ട് HNH എന്ന് പറഞ്ഞ ജിമ്മിലാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് പണ്ടൊരു കൊളാബിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്ന രീതിയിൽ ചുമ്മാ എന്നെ കൊണ്ട് പോയതാണ്. നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാനും ഇവളും പല രീതിയിലും മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള പല ചേഞ്ചസ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഡയറ്റ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ശരീരം നന്നാക്കുക, അങ്ങനത്തെ ഒരു സംഭവം. ഒരു ദിവസം രാവിലെ പോയി അവിടെ ചെന്നു, കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളും. അതെ, അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ ട്രെയിനറെ അവിടുന്ന് മീറ്റ് ചെയ്തു. ആ ട്രെയിനറെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. പിന്നെ ഞാൻ മുങ്ങി. കാരണം ഇതിനൊക്കെ ഒരു നല്ല സമയമുണ്ട് എന്ന് പറയില്ലേ. പുള്ളി ഓക്കെ വന്നോ എന്ന് പറയും. ഞാൻ അടുത്ത ആഴ്ച അപ്പൊ അങ്ങനെ പുള്ളി ജയസൂര്യയുടെ ട്രെയിനർ പോയതല്ല. ഞാൻ ചേരാൻ വേണ്ടി പോയതല്ല, ഇവള് ചേരാൻ വേണ്ടി പോയതാ. അപ്പം ഗോപു ഒന്ന് കൂടെ വാ എന്നാ പറഞ്ഞത്. അപ്പം ഞാൻ കൂടെ ചെന്നതാ. കൂടെ ചെന്ന് അവസാനം അവള് കുടുങ്ങിയത്. അന്ന് 1 കൊല്ലത്തേക്കുള്ള ഇത് കൊടുത്തു, അവിടുത്തെ ഫീ കൊടുത്ത് മനുവിന്, ഞങ്ങൾ 2 പേരും പേഴ്സണൽ ട്രെയിനറായിട്ട് മനുവിനെ എടുത്തു. എന്നിട്ട് അന്നത്തെ 1 മാസത്തേക്കുള്ള അതും കൊടുത്തു. പിന്നെ നമുക്ക് തിരിഞ്ഞു നോട്ടമില്ലല്ലോ. പിന്നെ ഏറ്റവും വലിയ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയറ്റ് ആയാലും വർക്കൗട്ട് ആയാലും. പിന്നെ ഇതിലേറ്റവും വലിയൊരു പാർട്ടി ഞങ്ങളുടെ ട്രെയിനർക്കും ഉണ്ട്. ഇപ്പം മനു ഇപ്പം ഞങ്ങൾക്ക് ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ് പുള്ളി. അതുപോലെയായി, അത്രയും ക്ലോസ് ആണ്. ഇപ്പൊ ഗോപുവിന്റെ അടുത്തായാലും ഇപ്പൊ ഞങ്ങളുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അത് പറഞ്ഞു. ഇപ്പൊ കുക്കുവിനെ പറ്റി എനിക്ക് അറിയുന്ന പോലെ എന്നെ പറ്റി മനുവിനെ പറ്റി കുഞ്ഞിനെ വെച്ചിട്ട് 2 പേരും വർക്കൗട്ടിന് പോകുമ്പോൾ സമയങ്ങളിലൊക്കെ ചില സമയത്ത് പ്രശ്നങ്ങൾ വരും. എൻ്റെ ഷൂട്ട് സ്കെഡ്യൂള് കാര്യങ്ങൾ പുള്ളി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു ഫാമിലി പേഴ്സൺ എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ മോട്ടിവേറ്റ് ചെയ്തും കൂടെ നിന്നും. എനിക്ക് ആദ്യം റീഹാബായിരുന്നു. എനിക്കൊരു ബാക്ക് പെയിൻ ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്. 1 ഇയർ നമ്മൾ റീഹാബ് ചെയ്തു. എനിക്ക് കോൺഫിഡൻസേ ഇല്ലായിരുന്നു എന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രയും പെയിൻ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഒരു ഡാൻസറായിരുന്നു, ക്ലാസിക്കൽ ഡാൻസർ. എനിക്ക് ഇത്രയും വർഷം ഞാൻ കുട്ടിക്കാലം തൊട്ട് ഡാൻസ് ചെയ്ത് ക്ലാസിക്കൽ ചെയ്തുകൊണ്ട് വന്ന എനിക്ക് ഇങ്ങനെ ഒരു പെയിൻ വന്നപ്പോൾ എനിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെങ്ങനെ വന്നു? കാരണം ഞാൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. പിന്നെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അങ്ങ് വന്നു. പ്രസവത്തിന് ശേഷം ബൾജ് വരുന്നതാണ്, മസിൽസ് ഒന്ന് ലൂസനായി, തീരെ സ്ട്രെങ്ത് ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി മനുവിൻ്റെ ആ ഒരു റീഹാബ് വർക്ക് ചെയ്തു. നമ്മൾ 1 വർഷം എടുത്തു. നമ്മൾ ഒന്ന് മസിൽസൊക്കെ ഒന്ന് ബാക്ക് മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് ഇപ്പം നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റേജ് ഓഫ് വർക്കൗട്ടിലേക്ക് കടന്നു. അതെ.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രാന്തായിരുന്നു എനിക്ക്. ഇതെന്താണെന്നറിയോ, കൊണ്ടുപോയി ചേർത്തത് ഞാനാണേ. ഇതിപ്പോ മറ്റൊരു ക്ലാസ്സിലെ ഒന്ന് മറ്റേ പഠിപ്പിച്ചിട്ടും മറ്റേത് തീരെ താല്പര്യമില്ലാത്തൊരു കുട്ടിയില്ലേ, അതായിപ്പോ അവിടെ എത്തുമ്പോ ട്വിസ്റ്റായി. പല റീസൺസും പറഞ്ഞു മുങ്ങും. ഗോപു എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കുന്നു, കാര്യങ്ങൾ നോക്കുന്നു, 5 മണിയാകുമ്പോൾ ജിമ്മിലേക്ക് ഇറങ്ങുന്നു. ഒരുമാതിരി മറ്റേ നമുക്ക് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നില്ലേ, ഇതൊരു വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെയും മറ്റേ ആൾ ഡയറ്റ് തെറ്റിക്കുന്നു, കിട്ടുമ്പോൾ സ്വീറ്റ്സ് കഴിക്കുന്നു, പിന്നെ വർക്കൗട്ടിന് എല്ലാ ദിവസവും ഓരോ എക്സ്ക്യൂസ്. മനു എനിക്ക് ഇന്ന് വയ്യ, മനു ഇന്ന് എനിക്ക് മറ്റേ പ്രശ്നമുണ്ട്, ഇന്ന് മറ്റേ പ്രശ്നമുണ്ട്. മനു പാപം ക്ഷമിച്ച്. പക്ഷെ അതാണ്, അതായത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഞങ്ങൾ ആസ് എ ഡോക്ടർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു ഡിസീസിനെ അല്ല ട്രീറ്റ് ചെയ്യുക, ആ പേഴ്സണാലിറ്റീനെയാണ് ട്രീറ്റ് ചെയ്യുക. മനസ്സിലായി? അപ്പം ഒരു പനി വന്നൊരാൾ വരുമ്പം എല്ലാവർക്കും പാരസെറ്റമോൾ കൊടുക്കും. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ ആ പേഴ്സണിലുള്ള എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു മരുന്ന് കൊടുക്കുക. അതുപോലെയാണ് നല്ലൊരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാവർക്കും ഒരേ ഡയറ്റും കൊടുത്ത് വന്ന് വിളിച്ച് വരുത്തല്ല. അവനെന്താ, അവൻ മടിയനാണ്, പക്ഷേ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്ത് എത്തിച്ച് പതുക്കെയാണെങ്കിലും അവൻ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്ത് റിസൾട്ട് മെല്ലെ കാണിച്ചു കൊടുത്ത് ശരിയാണ്, ഇത് ശരിക്കും സംഭവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയാണല്ലോ വേണ്ടത്. അത് ഭയങ്കര ടാക്ലിങ്ങാ, ഭയങ്കര ടാക്ലിങ്ങാ. അതെത്തിക്കഴിഞ്ഞാൽ ബാക്കി ഈസിയാ. എന്തായാലും മെനക്കെടുന്നുണ്ട്. അതായത് രാവിലെ എണീക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് 90% ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ അളന്ന് ശബ്ദം അറിയാം, അളന്ന് മുറിച്ചിട്ടല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ വർക്കൗട്ട്. 90% ഡയറ്റാണ്. ഒരു ദിവസം നമ്മളൊരു മറ്റേ എന്താ പറയുക ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു, അത്ര കാലറി എക്സ്ട്രാ കയറി അതവിടെ കിടക്കും. പിന്നെ അത് തീർക്കണമെങ്കിൽ അന്ന് 1.5 മണിക്കൂർ നടന്നില്ലെങ്കിൽ അത് സാധനം ബേൺ ആവില്ല. അപ്പം ഈ പണിയെടുത്തതെല്ലാം വേസ്റ്റായി. അപ്പം ഇത്രയും കഷ്ടപ്പെടുത്തുന്ന ആള് അതും കൂടി ഒന്ന് അവോയ്ഡ് ചെയ്യിപ്പിക്കേണ്ടത് എൻ്റെയും കൂടി ആഗ്രഹമാണ്. അപ്പം ഇനി ഒരു സെഗ്മെൻ്റ് ആണേ. ഓക്കെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളവരാണ്. ലൈഫിലുണ്ടായ ഒരു നാരോ എസ്കേപ്പ്, അതിനെപ്പറ്റി. നാരോ എസ്കേപ്പ് അത് ചിലപ്പോൾ അതിന് ഞാൻ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ വണ്ടി കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോയപ്പോഴാവാം, അല്ലെങ്കിൽ എന്തോ സംതിങ് വുഡ് ഹാവ് ഹാപ്പൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓർമ്മയുണ്ടോ ഗോപു, നമ്മളൊരു ഷോ കഴിഞ്ഞിട്ട് രാത്രി കൊച്ചപ്പന്റെ ഷോ കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ബെൽറ്റ് ഗോപു ഇട്ടില്ല, വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് പോയി തിരിഞ്ഞ് റോഡ്, രാത്രിയാണ് ഷോ കഴിഞ്ഞ് തിരിച്ച് ഡ്രൈവ് ചെയ്യാണ്, റൗണ്ട് അടിച്ചിട്ട് ബ്രിഡ്ജിന്റെ സൈഡ് പോയിട്ട് നിന്നു. മറ്റേ ഫെൻസ് ഉണ്ടാവില്ലേ നമ്മുടെ മറ്റേ ഇങ്ങനത്തെ ഫെൻസ് വെക്കില്ല, മറ്റേ കമ്പിന്റെ റോഡ് സൈഡിൽ, അതിന്റെ അപ്പുറം കൊക്ക, അതിനിടിച്ചിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങള് വണ്ടി മൂക്കും കുത്തി താഴേക്ക് പോയി എന്താ സംഭവിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ഇപ്പൊ പറ്റില്ല. ഒരു വണ്ടി ലോറി നിർത്തിയിട്ടുണ്ട്, ഫുൾ ഡാർക്ക് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഒന്നാമത്. അപ്പം പക്ഷെ എന്തോ ഒരു റെഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അന്നത്തെ ഒരു നമ്മുടെ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമേ. ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എത്രയോ മുന്നേ നമുക്ക് സിഗ്നൽ കൊടുത്തൊക്കെ കൊടുക്കണ്ടേ. അടുത്തെത്തുമ്പോഴാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നത്. ഞാൻ ഒട്ടിക്കേണ്ടി വന്നു. ഒട്ടിച്ചതും പിന്നെ നമുക്ക് കൈ നീട്ടില്ല, കാരണം ബ്രാഹ്മണനാട്ടുകാര ആ ഹൈവേ അറിയോ, കോഴിക്കോട് അതെ, ആകെ മനസ്സമാധാനമായിട്ട് സ്ട്രെയിറ്റ് പോകാൻ പറ്റുന്ന ഒരു റോഡാ അത്. എന്തായാലും നമ്മൾ 70 മുകളിൽ 80 പോവും. അവിടെ എത്തുമ്പോൾ കണ്ടു തിരിക്കേണ്ടി വന്നു. എന്തോ തെറിച്ച് ഗോപിന്റെ ഇവിടെ അടിച്ചു, ഓർമ്മയുണ്ടോ? കാറിന് എന്തോ ഒരു സാധനം ഗോപു മുന്നിൽ വെച്ച എന്തോ ഒരു സാധനം ഡാഷിൽ വെച്ചതാണ്, ഇവിടെ അടിച്ച് ഒന്നും പറ്റിയില്ല കേട്ടോ, ദൈവം സഹായിച്ച്. എയർ ബാഗ്സ് ഒന്നും ഇല്ലല്ലോ അതിന്, കുറെ വർഷം മുമ്പായിരുന്നല്ലേ, ഒന്നുമില്ലായിരുന്നു അല്ലേ? ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. പക്ഷെ എന്റെ ഹാൻഡ് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ട് എന്താ ബെൽറ്റ് ഇടാഞ്ഞടാ? എനിക്ക് അപ്പം മൂത്രമൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അതായത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നോണ്ട് ഒഴിക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്തു, ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണം. എനിക്ക് ഇവിടെ ടൈറ്റായി നിൽക്കുക, അടുത്ത് എവിടെയെങ്കിലും നിർത്തണം. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ചക്കരയായിട്ട് ഒരു കുട്ടറെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വഴക്കില്ലാതെ ഇരിക്കുവാ. ഇത്രയും നേരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടില്ലെന്ന് പോയിട്ട് അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഈ ചക്കരയാണ് എന്റെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് തിങ് ഹാപ്പൻ ചെയ്തത് അല്ലേ? പേരെന്താ? പേര് പറഞ്ഞേ. ഈ ഹെയർ സ്റ്റൈൽ ഡാഡി ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ ആണോ? അല്ല, ഡാഡി കുട്ടിയുടെ ഇൻസ്പയർഡ് ആണ്. ഹലോ, ഡാഡി പണ്ടേ എങ്ങനെയൊക്കെയായിരുന്നു. ഇത് ഗോപുന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണ് കേട്ടോ. ഇതെന്താ ആര്യൻകുട്ടൻ വലുതായോന്ന്.
മുത്തേ ഈ എനിക്കും മേടിച്ചു തരും. അങ്ങനെ ഞാൻ എന്നെ മാത്രം തെറി വിളിക്കണ്ട കമന്റ്സിലെ അരുൺ കൂടി കൊടുത്തോളൂ. കുറച്ചിരിക്കട്ടെ എന്നല്ലേ? അതെ.